ഇവിടെ നമ്മൾ നോക്കുന്നത് 7ാം ക്ലാസ്സിലെ 9th ചാപ്റ്ററാണ്. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവാം. അർത്ഥനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ്. അർത്ഥനഗ്നനായ ഫക്കീർ ഗാന്ധിജിയുടെ പേരാണ്. ഓർമ്മക്കുറിപ്പ് എന്ന കൃതി എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയാണ് ഓർമ്മക്കുറിപ്പ് എന്ന കൃതി. ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് 1919 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ. 1919 മുതൽ 1947 വരെയാണ് ഗാന്ധിയൻ കാലഘട്ടം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് 1915 ജനുവരി 9-നാണ്. 1915 ജനുവരി 9-നാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ഗാന്ധിജി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സ്ഥാപിച്ചതാണ് സബർമതി ആശ്രമം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ചതാണ് സബർമതി ആശ്രമം. ഗാന്ധിജി നേതൃത്വം കൊടുത്ത ഇന്ത്യയിലെ ആദ്യ സമരമാണ് ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരൻ സത്യാഗ്രഹം 1917 ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം 1918 അഹമ്മദാബാദ് മിൽ സമരം. 1900 അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം. 1918 തന്നെ ഗാന്ധിജി ഖേദയിൽ നടത്തിയ മറ്റൊരു സമരമുണ്ട്. ഖേദ സമരവും ഗാന്ധിജി ഗുജറാത്തിൽ നടത്തിയതാണ്. ഗുജറാത്തിൽ 2 ഉണ്ട്. അഹമ്മദാബാദ് തുണിമിൽ സമരവും ഖേദ സമരവും 1918. ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ ഒരു നിയമമാണ് റൗലത്ത് നിയമം. റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ തടവിലാക്കാം, പ്രത്യേക കോടതിയിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ഇതെല്ലാമാണ് റൗലത്ത് നിയമം. അതിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ പോരാടി. 1919 ഏപ്രിൽ 6-ന് രാജ്യം മുഴുവൻ കരിദിനമായി ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. റൗലത്ത് നിയമത്തിനെതിരെ കരിദിനമായി ആചരിക്കാൻ എന്നാണ് പറഞ്ഞത്? 1919 ഏപ്രിൽ 6. പഞ്ചാബിൽ റൗലത്ത് നിയമത്തിനെതിരെ പോരാടിയവരാണ് ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവും. ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവിനെയും അറസ്റ്റ് ചെയ്തപ്പോൾ ആളുകൾ ജാലിയൻ വാലാബാഗിൽ കൂട്ടം കൂടി. അപ്പോൾ അവർക്ക് നേരെ നിറയൊഴിച്ചു. അതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1000-ൽ പരം ആളുകൾ വെടിയേറ്റു മരിച്ച സംഭവം. കൈസർ ഇ ഹിന്ദ് എന്ന പദവി ഗാന്ധിജി തിരികെ നൽകി. ഇതിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകി. ഇതിന് ഉത്തരവിട്ടയാളാണ് മൈക്കിൾ ഒഡയർ. അദ്ദേഹത്തെ ഉദ്ധം സിംഗ് പിന്നീട് ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ചു. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ദൃക്സാക്ഷിയായിരുന്ന ബാലനായ ഉദ്ധം സിംഗ് മൈക്കിൾ ഒഡയറിനെയാണ് ഇംഗ്ലണ്ടിൽ ചെന്ന് വധിച്ചത്. ഈ ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതെന്നാണ് 1940 ജൂലൈ 31. 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഖിലാഫത്ത് പ്രസ്ഥാനം. തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഖലീഫ ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് കൂടിയായിരുന്നു. എവിടെയാണ് ഭരണം നടത്തിയത്? തുർക്കി കേന്ദ്രമായി ഭരണം നടത്തിയ ഉസ്മാനിയ അഥവാ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഖലീഫ. 1-ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഇദ്ദേഹത്തിന്റെ എതിർവശത്തായിരുന്നു. അപ്പോൾ അതിനെതിരെ ഇവിടുത്തെ മുസ്ലിങ്ങൾ പ്രതിഷേധിച്ചതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ നേതാക്കൾ മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഗാന്ധിജി ആയിരുന്നു. അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഗാന്ധിജി ആയിരുന്നു. ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് ഇമ്പോർട്ടൻ്റ് ആണ്. 1919 ഒക്ടോബർ 17. 1919 ഒക്ടോബർ 17 ഖിലാഫത്ത് ദിനം. 1919 ഏപ്രിൽ 6 കരിദിനം. റൗലത്ത് നിയമത്തിനുള്ള കരിദിനം. നിസ്സഹകരണ പ്രസ്ഥാനം. 1920 കൽക്കത്തയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനമാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത്. എന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയത്? 1920 കൽക്കത്തയിൽ ചേർന്ന INC സമ്മേളനം. നിസ്സഹകരണ സമരത്തിന് മുന്നോടിയായി ഗാന്ധിജി വൈസ്രോയ്ക്ക് എഴുതിയതാണ്: ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഇങ്ങനെ എഴുതിയത് ഗാന്ധിജിയാണ് നിസ്സഹകരണ സമരത്തിന് മുന്നേ. കുറെ ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ ഒക്കെ ഈ നിസ്സഹകരണ സമരമുറയായിരുന്നു. പിന്നീട് പറയുന്നത് മലബാർ കലാപത്തെക്കുറിച്ചാണ്. 1921 നടന്ന മലബാർ കലാപം.
കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഇതിനൊക്കെ എതിരെയാണ് മലബാർ കലാപം നടന്നത്. ഗാന്ധിജി മൗലാന ഷൗക്കത്ത് അലിക്കൊപ്പം കേരളം സന്ദർശിക്കുകയുണ്ടായി. എന്തിന്? കേരളത്തിലെ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും സജീവമായ കാലത്താണ് ഇദ്ദേഹം ഇവിടം സന്ദർശിക്കുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനവും 1920 മഞ്ചേരി കോൺഗ്രസ് സമ്മേളനവും കർഷകരിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ചു. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനം നടന്നതെന്നാണ് 1920 പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദ്. അദ്ദേഹത്തിനെ അറസ്റ്റിനെത്തിയ പോലീസിനെ ജനങ്ങൾ തടഞ്ഞു. ഖിലാഫത്തിന്റെ നേതാവായിരുന്ന അലി മുസലിയാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തെറ്റായ വാർത്തയും പരന്നു. അപ്പോൾ പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? വടക്കേ വീട്ടിൽ മുഹമ്മദ്. ഖിലാഫത്ത് നേതാവാരായിരുന്നു? അലി മുസ്ലിയാർ. മലബാർ കലാപം അങ്ങനെ ഈ ഒരു വാർത്തയോടുകൂടി അവിടെ ആരംഭിക്കുകയാണ്. മലബാർ കലാപത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 90ഓളം കലാപകാരികളെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. എവിടെ നിന്നിട്ട് എവിടെ വരെ? തിരൂർ ടു കോയമ്പത്തൂരാണ് ആ ഗുഡ്സ് വാഗൺ പോയത്. എന്നാൽ വായു കടക്കാത്ത തീവണ്ടിയിൽ അവർ മരിച്ചു വീണു. കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂരിൽ എത്തി വാഗൺ തുറന്നു. എവിടെയാണ് തുറന്നത് വാഗൺ? കോയമ്പത്തൂരിനടുത്ത് പോത്തന്നൂരിൽ. 72 പേർക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടു. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത്. 1921 നവംബർ 10 തിരൂർ ടു കോയമ്പത്തൂരിലെ പോത്തന്നൂരിലാണ് വാഗൺ തുറന്നത്. 1921 നവംബർ 10. ചൗരി ചൗര സംഭവം 1922 കർഷകർ ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ പോലീസ് സ്റ്റേഷൻ കത്തിച്ചതാണ് 1922 ചൗരി ചൗര സംഭവം. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി നിസ്സഹകരണ സമരം നിർത്തിവെച്ചത് ചൗരി ചൗര സംഭവം കാരണമാണ്. പിന്നീട് വൈക്കം സത്യാഗ്രഹത്തെ പറ്റി പറയുന്നു. വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്ത് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് 1924. ഇവർ മഹാറാണി സേതുലക്ഷ്മി ഭായിക്കാണ് നിവേദനം സമർപ്പിച്ചത്. മഹാറാണി സേതുലക്ഷ്മി ഭായിക്കാണ് സവർണ ജാഥയോടനുബന്ധിച്ച നിവേദനം സമർപ്പിക്കുകയുണ്ടായത്. ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് ഇവർ രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ് ഇവരെല്ലാം ഗാന്ധിയൻ സമരമുറക്ക് എതിരായിരുന്നു. സായുധ സമരങ്ങളായിരുന്നു ഇവരുടെ സമരമുറ. സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? ഭഗത് സിംഗ്, രാജഗുരു, സുഖദേവ്, ചന്ദ്രശേഖർ ആസാദ്. ഇവരുടെ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. 1929 ലാഹോർ INC സമ്മേളനത്തിലാണ് നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. 1929 ലാഹോർ INC സമ്മേളനം. അതിന്റെ ഭാഗമാണ് ഉപ്പ് നിയമലംഘന പ്രസ്ഥാനം. സമരപ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്: ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചുവരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ഇത് ഉപ്പ് നിയമലംഘനവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി പറഞ്ഞത്. 78 അനുയായികളുമായി ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡിയിലേക്ക് പുറപ്പെട്ടു. 375 കിലോമീറ്ററാണ് അവർ നടന്നത്. 1930 ഏപ്രിൽ 6 ഒരു പിടി ഉപ്പ് ശേഖരിച്ചുകൊണ്ട് നിയമലംഘന പ്രക്ഷോഭത്തിന് ഗാന്ധിജി തുടക്കം കുറിച്ചു. ദണ്ഡി യാത്രയിലെ മലയാളികൾ ആരെല്ലാം? സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാളാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ. ഇന്ത്യ ഒട്ടാകെ നിയമലംഘന പ്രക്ഷോഭമായിരുന്നു. അതിർത്തി ഗാന്ധി എന്ന് വിളിക്കുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെയാണ്. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇദ്ദേഹം വടക്ക് പടിഞ്ഞാറൻ പ്രദേശത്താണ് നേതൃത്വം കൊടുത്തത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് കെ മാധവൻ നായരും മൊയ്തു മൗലവിയും കെ മാധവൻ നായരും കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണ്. പയ്യന്നൂരിൽ ഉപ്പ് നിയമലംഘനത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാണ്. കേരള ഗാന്ധിയായ കെ കേളപ്പൻ പയ്യന്നൂരിൽ നേതൃത്വം കൊടുത്തു. കോഴിക്കോട് കടപ്പുറത്ത് മുഹമ്മദ് അബ്ദുർ റഹ്മാനും പി കൃഷ്ണപിള്ളയുമാണ് നേതൃത്വം കൊടുത്തത്. പി കൃഷ്ണപിള്ളയും അബ്ദുർ റഹ്മാനും മുഹമ്മദ് അബ്ദുർ റഹ്മാനും കോഴിക്കോട് നേതൃത്വം കൊടുത്തു. നാഗന്മാരുടെ റാണി എന്ന് വിളിക്കുന്നത്
റാണി ഗൈഡിലുവിനെയാണ്. റാണി ഗൈഡിലുവിനെയാണ് നാഗന്മാരുടെ റാണി എന്ന് വിളിക്കുന്നത്. അങ്ങനെ അവരെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യക്ക് വടക്ക് കിഴക്ക് ഭാഗത്തുള്ള മണിപ്പൂർ, നാഗാലാൻഡ് എന്നീ പ്രദേശങ്ങളിൽ നിയമലംഘന സമരത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് റാണി ഗൈഡിലിയു. നാഗന്മാരുടെ റാണി എന്ന് വിളിച്ചത് അവരെ നെഹ്റുവാണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നിരാഹാര സത്യാഗ്രഹം കിടന്നത് കെ കേളപ്പനാണ്. കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നിരാഹാര സത്യാഗ്രഹം കിടന്നത്. പി കൃഷ്ണപിള്ളയും എ കെ ഗോപാലനും ഒക്കെ ഗുരുവായൂർ സത്യാഗ്രഹത്തിലുള്ള മെയിൻ ലീഡേഴ്സാണ്. പിന്നീട് വട്ടമേശ സമ്മേളനത്തെ പറ്റിയാണ് പറയുന്നത്. അധസ്ഥിത ജനവിഭാഗങ്ങൾക്കായി 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് അംബേദ്കറാണ്. 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. 1930, 31, 32 ആണ് വട്ടമേശ സമ്മേളനത്തിന്റെ വർഷം. അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയമായി പ്രത്യേക വിഭാഗമായിട്ട് അവരെ പരിഗണിക്കുന്നതിനെ ഗാന്ധിജി എതിർത്തായിരുന്നു. പക്ഷേ അവർക്ക് പ്രത്യേക വിഭാഗം രൂപീകരിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തയാളാണ് അംബേദ്കർ. അങ്ങനെ അംബേദ്കറിന്റെയും ഗാന്ധിയുടെയും ആശയങ്ങൾ ഈ കാര്യത്തിൽ രണ്ടായിരുന്നു. സംവരണ മണ്ഡലങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞ ഗാന്ധിജി നിരാഹാര സമരം കിടന്നു. അതിനെതിരെ പൂനാ സന്ധി കൊണ്ടുവന്നു. അപ്പം ഗാന്ധിജിയെയും അംബേദ്കറിനെ അനുനയിപ്പിക്കാൻ കൊണ്ടുവന്നതാണ് പൂനാ സന്ധി. പൂനാ സന്ധി എന്നാണ് 1932 പൂനാ പാക്ട്. ക്വിറ്റ് ഇന്ത്യ സമരം 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ നടന്ന അഖിലേന്ത്യാ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. ബോംബെയിലെ INC സമ്മേളനത്തിലാണ് 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത്. ക്വിറ്റ് ഇന്ത്യയുടെ ആ പ്രസംഗത്തിൽ ഗാന്ധിജി പറഞ്ഞതാണ്, സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ ഒന്നും നമുക്ക് വേണ്ട, സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ യാതൊന്നും വേണ്ട, ഇതാ ഒരു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരാം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കും അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കും. ഇങ്ങനെ പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അല്ലെങ്കിൽ സമരം നടക്കുമ്പോൾ ഗാന്ധിജിയുടെ വൈഫായ കസ്തൂർബ ഗാന്ധിയെയും ഒക്കെ ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിൽ അടച്ചു. 1944 ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ച് മരിക്കുകയാണ്. 1944 ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ് മരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ബാക്കി നേതൃത്വം കൊടുത്ത ആൾക്കാർ അരുണ അസഫ് അലിയും ജയപ്രകാശ് നാരായണനുമാണ്. അരുണ അസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക. ക്വിറ്റ് ഇന്ത്യ സമര നായകനാണ് ജയപ്രകാശ് നാരായണൻ. 1942 ഓഗസ്റ്റ് 9 ഹർത്താൽ ആചരിച്ചുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ആരംഭിച്ചത്. കേരളത്തിൽ ആരംഭിച്ചത് എന്നാണ് ഒരു ഹർത്താൽ കൊണ്ട്. 1942 ഓഗസ്റ്റ് 9 ആ ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തവർ MP നാരായണ മേനോൻ, കെ കേളപ്പൻ, ഇ മൊയ്തു മൗലവി, AV കുട്ടിമാളു അമ്മ എന്നിവരാണ്. പിന്നീട് ഇവിടെ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്യമാണ്, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതാണ്. റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച INA നേതൃത്വം കൊടുത്തത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച INAക്ക് നേതൃത്വം കൊടുത്തത് സുഭാഷ് ചന്ദ്രബോസ്. ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് പറഞ്ഞതാണ്, ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യയുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ നേടുന്നു. ഇങ്ങനെ പറഞ്ഞത് ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയോട്. ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്നാണ് വിളിച്ചത്. ഗാന്ധിജിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിളിച്ചത്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ്. INAയും മലയാളികളും. INAയുടെ വനിതാ വിഭാഗം നേതാവാണ് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INAയിൽ ചേർന്ന ധീര മലയാളിയാണ് വക്കം അബ്ദുൾ ഖാദർ. INA വനിതാ വിഭാഗത്തിന്റെ ലീഡർ ആരാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി. INAയിൽ ചേർന്ന ഒരു മലയാളിയാണ് വക്കം അബ്ദുൾ ഖാദർ. ഇദ്ദേഹത്തിനെ 26-ാം വയസ്സിൽ തൂക്കിക്കൊന്നു. പിന്നീട് മുസ്ലിം ലീഗിന്റെ ഫോർമേഷനെ കുറിച്ചാണ് പറയുന്നത്. 1940 മുസ്ലിം ലീഗ് സമ്മേളനം ലാഹോറിൽ നടന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി പാകിസ്ഥാൻ എന്ന പേരിലുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം. അപ്പോൾ ലാഹോറിൽ എന്താണ് നടന്നത്? 1940 മുസ്ലിം ലീഗിന്റെ സമ്മേളനമാണ് അവിടെ നടന്നത്. അപ്പോൾ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്നൊരു ലക്ഷ്യം ബ്രിട്ടീഷിനുള്ളത് കൊണ്ട് അവർ മുസ്ലിം ലീഗിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്.
ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാൻ രൂപീകരിക്കുക എന്ന തീരുമാനം ആരാണ് എടുത്തത്? മൗണ്ട് ബാറ്റൺ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയെ വിഭജിക്കുക, സ്വതന്ത്ര ഇന്ത്യയോടൊപ്പം പുതിയ ഒരു രാജ്യമായി പാകിസ്ഥാനെ രൂപീകരിക്കുക. ഇതാരുടെയാണ്? മൗണ്ട് ബാറ്റൺ പ്രഭുവിന്റെ പ്രഖ്യാപനമായിരുന്നു. ഇനി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനെ കുറിച്ചാണ്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനെ കുറിച്ച്. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അന്ന് അർദ്ധരാത്രി പറഞ്ഞതാണ്, ഒരു യുഗം അവസാനിക്കുന്നു, ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് തലേദിവസം പറഞ്ഞതാണ് 1947 ഓഗസ്റ്റ് 14. ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇത്രയുമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്.